ഗുഡ് മോർണിംഗ്. ഇന്ന് വഴുതന വിളവെടുക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇടുന്നത്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വെള്ള നിറത്തിലുള്ള ഇത്തിരി നീളത്തിലുള്ള ഒരു വഴുതനയാണ്. ഒരു സ്കീമിലെ കുറച്ച് പച്ചക്കറി തൈകൾ, അതുപോലെ കുറച്ച് വളങ്ങൾ, അങ്ങനെ ഒരു 300 രൂപയ്ക്കാണ് ആ ഒരു കിറ്റ് കിട്ടിയത്. അപ്പം അതിൽ വെണ്ട, വഴുതന, മുളക്, തക്കാളി ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിലെ വഴുതനയുടെ തൈക്കളാണ് അത്. അതിൻ്റെ പ്രത്യേകത, നട്ട് ഒരു 3 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അതിലെ മുട്ട് വന്ന് പൂക്കളൊക്കെ വന്നിരുന്നു. തുടക്കത്തിൽ നല്ല കരുത്തിൽ തന്നെയാണ് അതിൻ്റെ ഇലകളൊക്കെ വന്നത്. പക്ഷേ പിന്നീട് ഞാൻ ആദ്യം വെച്ച സ്ഥലത്ത് നിന്ന് അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലുണ്ടായിരുന്നത് കൊണ്ട് ഇലകളൊക്കെ നല്ല കരുത്തിൽ വന്നു, പെട്ടെന്ന് മുട്ടിട്ടു. പക്ഷെ പിന്നീട് അവിടെ നിന്ന് എനിക്കത് മാറ്റേണ്ടി വന്നു. മാറ്റി വെച്ചത് ഇത്തിരി വെയിൽ കുറഞ്ഞ സ്ഥലത്താണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഇലകളൊക്കെ ഇത്തിരി കരുത്ത് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കായ്കൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ വെള്ള വഴുതനയാണ്. നല്ല അത് ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പൊതുവെ ഞാൻ പച്ചക്കറിക്ക് നമ്മൾ കൊടുക്കുന്ന ജൈവ വളങ്ങളൊക്കെ തന്നെയാണ് ഇതിനും കൊടുക്കാറ്. പൊതുവായിട്ട് മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ കപ്പലണ്ടി പിണ്ണാക്കും, അതുപോലെ വേപ്പിൻ പിണ്ണാക്കും ഒക്കെ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതും ഇടയ്ക്ക് ഒഴിക്കാറുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയി വന്ന് അങ്ങനെ ഇത് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ വഴുതന അധികം പൊക്കല്ലാണ്ട് തന്നെ അതിൽ കായകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മണ്ണിലേക്ക് മുട്ടിയിട്ടാണ് കായകൾ ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇത്തിരി പാകമായിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നോമ്പുകാലൊക്കെ അല്ലേ, ഈ വരും ദിവസങ്ങളിൽ വഴുതനങ്ങ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ അത് വിളവെടുക്കുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വഴുതന ഇപ്പോൾ വിളവെടുക്കുന്നത്. പൊതുവെ വഴുതനയോട് പ്രിയത്തിരി കുറവാണ്, എങ്കിലും നട്ടുപിടിപ്പിക്കാനും ഇതൊക്കെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിയണോട് കൂടിയിട്ട് തന്നെ നല്ല രീതിയിൽ അത് വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മളതിൽ വീഡിയോയിൽ കാണുന്നുണ്ട്, നന്നായിട്ട് തന്നെ വഴുതന കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ചുള്ളതെന്ന് തോന്നിയാൽ അത് വിളവെടുത്ത് വരുമ്പം ഒരുവിധം നല്ല രീതിയിൽ തന്നെ വഴുതന അതിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുവിധം മൂത്തതൊക്കെ എടുത്തു. അപ്പോൾ കണ്ടു, നന്നായിട്ട് തന്നെ വഴുതനയുണ്ട്. കഷ്ടി 1 കിലോനോളം വഴുതന അതിലുണ്ടായിരുന്നു. പിന്നെ ഇത് ഇന്ന് തന്നെ ഞാൻ കറി വയ്ക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ വഴുതനയുടെ തൈകളൊക്കെ കിട്ടുകയാണെങ്കിൽ നട്ടുപിടിപ്പിക്കുക. നമ്മൾ മണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മണ്ണ് നമ്മളെ തിരിച്ച് സ്നേഹിക്കും, നമുക്ക് മടി നിറച്ച് തിരിച്ചു തരും. അപ്പോൾ നന്നായിട്ട് കൃഷി ചെയ്യെല്ലാവരും. അപ്പോൾ ശരി, ഓക്കെ.